ശരിക്കും നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം നമ്മളൊരു മനുഷ്യനിലേക്ക് അടുത്ത് ഇടപഴകുന്ന സമയത്താണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ രൂപങ്ങളും സ്വഭാവങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, ഞാൻ ഇന്ന് വരുന്ന വഴിയിൽ ബസ്സിൽ വരികയാണ്. അപ്പോൾ ഞങ്ങൾ കൂട്ടുകാരന്മാരൊക്കെ കൂടിയിട്ട് ഒരു സ്ഥലം വരെ പോയിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന വഴിയിൽ ബസ്സിൽ ഒരു കൂട്ടുകാരനെ കണ്ടു. അവനിപ്പോൾ ഒരു കുട്ടിയാണവൻ, ഇപ്പോൾ ഏകദേശം ഒരു +2 ഒക്കെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവന് എൻ്റെ ഒപ്പം ഇരിക്കുന്നുണ്ട് അപ്പുറത്ത്. അപ്പോൾ അവനെ പറ്റിയിട്ട് അവൻ്റെ കൂട്ടുകാരൊക്കെ നമുക്ക് പല തരത്തിലുള്ള രീതിയിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അവൻ്റെ ചെറുപ്പകാലമൊക്കെ കുട്ടികളല്ലേ, വികൃതികളെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഉണ്ടായ കുട്ടിയാണ്, സ്വാഭാവികം. അപ്പോൾ അങ്ങനെ ആ കുട്ടിയായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു. അപ്പോൾ അവൻ്റെ നിഷ്കളങ്കമായ ഓരോ സംസാരങ്ങളും വലിയ തരത്തിൽ നമുക്ക് ചിന്തിപ്പിക്കാൻ പാകത്തിനുള്ള വാക്കുകളാണ് അവൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഓൻ പറയാണ്, തങ്ങളെ ഞാൻ നിങ്ങളുടെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. അത് എൻ്റെ ഒരു LPയിലത്തെ NMLP സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ആ സ്കൂളിലെ ലാസ്റ്റത്തെ ആ ഒരു ഞാൻ കാണാൻ പോയ നേരത്തുണ്ടായ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചിട്ട് ഞാൻ ഒരുപാട് എഴുതിയിട്ട് ഇട്ടതാണ്. സത്യത്തിൽ ഞാൻ തന്നെ അതിപ്പോൾ അങ്ങനെ വായിക്കാറൊന്നുമില്ല. ഞാനത് അന്ന് എഴുതിയിട്ടതാണ് ഒരു രീതി. പക്ഷേ ഓനത് വായിക്കാറുണ്ട്, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വായിക്കാറുണ്ടെന്ന് പറയുന്നത്. പിന്നെ ഓനിടയ്ക്ക് സ്റ്റോറി വെച്ചായിരുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ല. ഓന് സ്റ്റോറി വെച്ചായിരുന്നു. അപ്പോൾ ഓനിങ്ങനെ വായിക്കാറുണ്ട്. എന്നോട് പറയാം, തങ്ങളെ നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് നേരം എന്നോട് വർത്തമാനം പറഞ്ഞു. ഓൻ്റെ വീട്ടിലെ വിശേഷങ്ങളും പിന്നെ ഒരുപാട് കാര്യങ്ങളും എല്ലാം എന്നോട് പറഞ്ഞു. ഞാനിപ്പോൾ തങ്ങളെ കച്ചറയ്ക്കൊന്നും പോവാറില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്ക് സന്തോഷമായി. കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എന്തൊരു നിമിഷങ്ങളും ജീവിതത്തിൽ അബദ്ധ നിമിഷങ്ങളൊക്കെ നമുക്ക് സംഭവിച്ചുകൊണ്ടുണ്ടാവും. പക്ഷേ നമുക്ക് ചില മനുഷ്യരൊക്കെ കാണുമ്പോഴും ചില മനുഷ്യരിലോട്ട് അടുത്തിറങ്ങുമ്പോഴും അപ്പോഴാണ് ശരിക്കും നമുക്കൊരു യാഥാർത്ഥ്യം ഫീൽ ചെയ്യുന്നത്. എന്തായാലും അല്ലാഹു നമ്മളൊക്കെ നല്ല മോമിനിയങ്ങൾ ഉൾപ്പെടുത്തി തരട്ടെ.